ഗായ്സ്, ഇന്നുണ്ടല്ലോ ഞാൻ ഓരോ കാര്യങ്ങളിൽ നന്നായി എൻഗേജ്ഡ് ആയൊരു ഡേ ആയിരുന്നു കേട്ടോ. ഭയങ്കര ടയേർഡായൊരു ഡേ അല്ല, നല്ല ഹാപ്പി ആയൊരു ദിവസം. രാവിലെ തന്നെ ഒരു സർപ്രൈസ് ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ 10th പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ തന്ന ഓർഡർ കേട്ടോ. അയ്യോ, ഞാൻ എന്താ പറയുക, എങ്ങനെ അവിടെ നിന്ന് എനിക്കുണ്ടായ ഹാപ്പിനെസ് നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യാമെന്നോ പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല കേട്ടോ. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര സ്നേഹമുള്ള ടീച്ചേഴ്സ്. ഭയങ്കര ഹാപ്പി കേട്ടോ. അവരുടെ ആ ഒരു സന്തോഷ നിമിഷത്തിൽ എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീടെത്തിയപ്പോഴേക്കും അപ്പൂസ് പറഞ്ഞു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സിനിമ കാണാൻ ഇറങ്ങിച്ചായിരുന്നു. ഇറങ്ങിണ്ടല്ലോ ഒന്ന്, അപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അമലും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. എന്താ പറയുക, വിജയ് സീന അടിപൊളിയാണ്. ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു സിനിമയൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു സങ്കടം വെച്ചാൽ ഇനി ആളിന് ഇതേപോലെ സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു സിനിമ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ സിനിമ. അത് ആളുടെ ഒരു മൂവി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആളുടെ ഒരു ആസ് എ വിജയ് ഫാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂവി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു ചേച്ചിട്ട് അങ്ങോട്ട് പോവാ, അവിടെ ചേച്ചി പിടിച്ച സ്ഥലം കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ആദ്യം ഓടി കയറിയത് ടുട്ടു കേട്ടോ. കാരണം അവൻ്റെ വീട്ടിലേക്കാണല്ലോ പോകണം. ഞങ്ങൾ അവിടെ എത്തി സ്ഥലം കാണാൻ പോയപ്പോഴും വഴി ഞാൻ കാണിച്ചു തരാം എന്നുള്ള മട്ടിലായിരുന്നു ടുട്ടുവിൻ്റെ നടത്തം ഫ്രണ്ടിൽ കൂടെ. പിന്നെ സ്ഥലമൊക്കെ കണ്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.